നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം നസീർക്ക, ബിജുക്കോട്ടൻ ചേട്ടാ ആൻഡ് മണിക്കുട്ട. സ്വാഗതം. ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അടുത്തൊരു നല്ലൊരു നൈസ് കോമ്പിനേഷൻ. ഷെൽവേട്ടനുണ്ട്, മനോജ് വലഞ്ചുഴിയുണ്ട്, സുമിയുണ്ട്. ഒരു നല്ല കൈയടി. ഒന്നിലും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇന്നലെ മുതൽ ഈ കൈക്ക് അങ്ങ് ഭയങ്കര വേദന, എന്തോന്ന് അറിയാൻ വയ്യ. അയ്യോ, ചുമ്മാതല്ല, പുതിയ ചെയിൻ. എനിക്ക് സ്വർണത്തിന് വില കൂടിയിരിക്കുന്ന സമയത്ത് ചെയിൻ വേണ്ടാന്ന് ഞാൻ ചേട്ടനോട് ആവുന്ന പറഞ്ഞതാ. അയ്യോ, ചേട്ടനപ്പോ ഒരേ നിർബന്ധം, എന്റെ കയ്യിലൊരു ചെയിൻ വേണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കയ്യിരുന്ന് എന്തിയേ? ഓ, ഞാൻ പറഞ്ഞ ശ്രദ്ധയില്ല, ഒട്ടും ശ്രദ്ധയില്ല. എന്തോ ചെയ്യാനാന്ന് പറയുന്നത്. അയ്യോ, കാലിടിച്ചു കൊണ്ട് വീണു. ഇവിടെ വേണ്ട സാരി, ഞങ്ങളോളെല്ലാം കടയിൽ പോയി എടുത്തോളാം. വിളിച്ചത് എന്തോടി ശബ്ദം കേട്ടത്? എന്തുവാന്ന് അറിയത്തില്ല ചേട്ടാ, എന്റെ കയ്യിൽ നിന്നെല്ലാം അങ്ങ് പോകും. ആദ്യം തൂത്തോണ്ടിരിക്കുവായിരുന്നു, ചപ്പോരി അങ്ങ് തെറിച്ചു പോയി. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കാലിടിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോ ഇതും അങ്ങ് പോയി. കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം എത്ര തവണ ഞാൻ പറയുന്ന കൊച്ചേ. നീ എവിടെയും പോയി മറിഞ്ഞടിച്ചു വീണ് നിന്റെ നടുവൊടിഞ്ഞ് കിടന്നാൽ നിന്നെ നോക്കി എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? എനിക്ക് വെളിപ്പേ കിടന്ന് ഇളകട്ടായോ? അല്ല, നിന്നെ നോക്കി എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ കണ്ടോക്കെ എന്റെ പൊന്നുമോള് നടക്കാവൂ. നീ മാത്രമേ ഉള്ളൂ എനിക്ക്. കൈക്കൊരു വേദനയൊക്കെ ഉണ്ട്. 3.5 പവന്റെ ആയിരിക്കും അല്ലയോ? 2.5 ലക്ഷം രൂപ ചെലവാക്കിയതാ. ഈ നാട്ടിൽ എല്ലാ പെണ്ണുങ്ങളും തീർന്നുണ്ട്. എന്റെ പൊന്നുമോടെ കൈ എപ്പോഴും ഭാഗത്തിന്റെ പിടി പോലെ ചുമ്മാ ഇരിക്കും. പൊന്നുമോള് സൂക്ഷിച്ച കണ്ടോക്കെ ചെയ്യാവൂ. ചേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാവേ. ബാത്റൂമിൽ പോയി തെറ്റി വീടല്ലേ? ഇല്ല, വീണ് കഴിഞ്ഞാൽ അറിയാലോ. എനിക്ക് വയ്യാപ്പോ കീർത്തന നടക്കാൻ മുട്ടിഞ്ഞ ഭാരമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച കണ്ടോക്കെ പോകാവൂ കേട്ടോ. ഓ, ഞാനേ ഒരു ചെറിയൊരു ഗുമസ്തൻ ജോലിയാണേ. എനിക്ക് കിട്ടുന്ന ചില്ലറ പൈസ കണ്ട് ഇവളെന്നും പറയും എന്തെങ്കിലുമൊക്കെ ഒരു പൊന്നോ വേണം, എന്തെങ്കിലും വേണമെന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ സ്വരിക്കുട്ടി വെച്ചിട്ട് ഒരു 3.5 പവന്റെ ഒരു കൈച്ചൈ മാറ്റി കൊടുത്തു. ഒരു ശ്രദ്ധയില്ല. എപ്പോഴും ഇതിങ്ങനെ കാണിച്ചും വേറെ ശ്രദ്ധയിലൊന്നും ഇങ്ങനെ നടക്കുക കേട്ടെ. അയ്യോ, ആടാ, ഈ പത്രം ഈ സമയത്താണ് വരുന്നത്. ഇവൻ വീട്ടിൽ ഇരുന്ന് എഴുതി ഉണ്ടാക്കുമായിരുന്നു ഈ പത്രം. ഇത്ര നാൾ എന്താ സംസ്ഥാനത്ത് മഴ കെടുത്തി. തീയതി കെടുത്തുന്നത് സംസ്ഥാനത്ത് മഴക്കെടുതി. ഓ, അങ്ങനെ അംഗൻവാടികളില് ഇപ്പോൾ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും റെഡിയാക്കി കൊച്ചുകുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് അച്ഛനമ്മമാരോട് വരക്ക് വീട്ടിൽ ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാമ്പടിച്ച് വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും? പിന്നെ അവർ അജ്ഞാതനെ അണ്ണാ, മുറ്റത്ത് നിന്ന് ചക്ക വീണെന്ന് ഒന്ന് പെരക്കാത്തോട് എടുത്തിട്ടേക്കണേ. ആ ചക്ക അളിഞ്ഞായിരുന്നില്ല. ആ ചക്ക വീണെങ്കിൽ പിളിച്ചു പോയി. ചെറിയൊരു കയ്യബദ്ധം പറ്റിയതാണേ. എടി, ഈ പെണ്ണ് എന്തോ പെണ്ണാടി. കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നീ എന്നിട്ട് അരകല്ലെ വെച്ച് കത്തിയിട്ട് രാകുവാന്നോ? അയ്യോ, ഞാൻ കത്തിരാകിയല്ല, പിന്നെ കല്ലേൽ എന്റെ കാല് തേച്ച് കുറച്ചതാ. ആ, ശരിക്കും തേച്ചടയ്ക്ക്. ഇവിടെ കാലിൽ ഉപ്പിട്ട് കാണണം. ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്കുന്ന പോലെ ബെഡ് വീട്ടിലിരിക്കുക. കുളിച്ച് കഴിഞ്ഞില്ലയോ കുഞ്ഞേ? കഴിഞ്ഞേ. അല്ലൊക്കെ ശരിക്കും തോർത്ത്. അല്ലൊക്കെ ശരിക്കും തോർത്ത്. അല്ലല്ലേ, വെള്ളമൊക്കെ തോർത്തുകൊണ്ട് മുറ്റത്തങ്ങനെ വിട്. ആ, തോർത്തിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുക ഭേദം. മുറ്റത്ത് കൊണ്ടു ഇടാൻ പറ്റത്തില്ല. പെരുമഴത്ത് ഞാൻ എങ്ങനെ കൊണ്ടിടാനാ? കസാരല്ല അവിടെ കാണാൻ വിട്. ഇതാണോ ഒരു തോർത്തിന്റെ കോലം ഒന്ന് കാണണം. ഞാൻ അപ്പഴേ പറഞ്ഞ നല്ലൊരു ടർക്കി മേടിച്ചിട്ടോ എടുത്തോണ്ട് പറഞ്ഞേന്ന്. ഇതൊന്നും വെള്ളം പോകത്തില്ലെന്ന് തലേന്ന് വെള്ളം പോകത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലോ ടർക്കി മേടിച്ചാരാ. ഹായ്, നല്ല മണം. ചന്ദ്രികയുടെ അതേ മണം. ആരാത്? ചന്ദ്രിക ആരാന്ന്? സോപ്പിന്റെ അതേ മണം. നല്ല മണം നീ കുളിച്ചത്. അങ്ങനെ അല്ലണ്ണാ, സമയം എത്രയായിട്ട് നമ്മുടെ അപ്പുണ്ണിയെ കാണുന്നില്ലല്ലോ. അപ്പുണ്ണിയോ? അപ്പുറത്തെ ചെറുക്കന് 40 വയസ്സുണ്ട്. അപ്പുണ്ണി ഇപ്പഴും പിള്ളേരോട് ക്രിക്കറ്റും കളിച്ച് ചാടി നടക്കുക. ഒരു ഉപകാരിയാ കേട്ടോ. സത്യം പറഞ്ഞ അവന് എപ്പോഴും ഇവിടെ വരുന്നത് കൊണ്ടാണ് എനിക്കൊരു വിശ്വാസവും. ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകുന്നതൊക്കെ. അതെ. നീ കുളിക്കാനൊക്കെ കടവിൽ പോകുമ്പോഴേ അപ്പുണ്ണി നിന്റെ കൂടെ വരുമോ? പിന്നെ വരുമല്ലോ. പിന്നെ ഞാൻ അങ്ങോട്ട് നീന്തി തുടിക്കുമ്പോഴത്തേക്ക് അവൻ അലക്കാനുള്ള തുണിയെല്ലാം അലക്കി പുല്ലും പുറത്തിട്ട് വിരിച്ച് അഥവാ ഉണങ്ങിയിലേക്ക് ഊതി ഉണക്കും. പിന്നില്ലയോ? അടിക്കുമോ ചെറുക്കനെ എന്തെങ്കിലും പറഞ്ഞു വിടാമെങ്കിൽ? ഞാൻ ഒന്നും പറഞ്ഞില്ല. പോയാണെന്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ മീശ പിടിച്ച് വരയ്ക്കും. എന്താ അപ്പുണ്ണി വാ തുറന്നൊന്നും പറയാതെ പോയി കളഞ്ഞത്?
എൻട്രിക്കുള്ള ഡയലോഗ് ആ പാത്രത്തിനകത്ത് അടച്ചു വെച്ചിരിക്കും. അത് തുറക്കാൻ പറ്റത്തില്ല, അതാ മിണ്ടാതെ പോയത് അവന്. എന്നാലും എന്തോടി എനിക്കറിയത്തില്ല, ഒരു ചന്ദനക്കുറിയൊക്കെ ഉണ്ട് നെറ്റിയിൽ. എന്തൊരു പ്രത്യേകത ഉണ്ടെന്നല്ലോ. എന്നാലും മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ ഒരു പാത്രമൊക്കെ ആയിട്ട് പോയത് എന്തോ സംഭവം. നീ ഇരുന്ന് നീയും ചേച്ചിയൊക്കെ ആയി എന്തോ ആ സംഭവം വെച്ചാൽ നീ ഇന്നലെ വന്ന് എന്റെ മൊബൈൽ എടുത്ത് അതിനകത്ത് ചാർജ് മൊത്തവും കളഞ്ഞിട്ട് അതും ഇതും ഗെയിം ഒക്കെ കളിച്ച് ഉള്ള പൈസ എല്ലാം കളഞ്ഞ എന്റെ മൊബൈലിൽ അണ്ണന്റെ മൊബൈൽ ഉപയോഗിക്കല്ലേ. സമയം കളയാൻ ഇതുപോലെ നശിച്ച സാധനം ഞാനിത് കളയാനിരിക്കുക. ഞാൻ മൊബൈൽ കളയാനിരിക്കുന്നല്ലേ പറഞ്ഞേ. പിന്നെ അത്രയുള്ള സാധനം ഡിലീറ്റ് ചെയ്ത് കളയാനിരിക്കുക. ഞാനിത് ഈ പായസം ഇവിടുന്നോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് നീ എനിക്ക് തന്നില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയില്ല പായസം. എന്താ പറയുക ഇത്? ഇത് എവിടുന്നാണ് ഈ പായസം? ഇത് വീട്ടിൽ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? ശർക്കര അരിയും കൂടെ ഇട്ട് ഇളക്കി ഉണ്ടാക്കി. അതല്ലെന്ന് പിന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കി എന്നുള്ള എന്താ വിശേഷം എന്തുവാ എന്നുള്ളത്. ഇവന്റെ ബർത്ത്ഡേ ആണെന്ന്. കൈ ഇങ്ങോട്ട് തന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ്, ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ്, ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ്. യൂട്യൂബ് അല്ല ഇൻസ്റ്റാഗ്രാം. എന്തോ മനുഷ്യ നിങ്ങൾ ഈ പറയുന്നത്? ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ് അല്ലേ പറഞ്ഞേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് അവന്റെ അല്ലേ, അത് നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ പോകരുത്. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറയാം. ആദ്യം പറഞ്ഞ ഇങ്ങനെയുള്ളപ്പോ ഞാൻ ഇങ്ങോട്ട് വരാത്ത കാര്യം എന്താണെന്നറിയാം? എന്താ? ഇങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ്. നീ പറഞ്ഞാട്ടെ, ഞാൻ പറയല്ലേ. നിനക്ക് എന്റെ ജന്മദിനാശംസകൾ. അതും തെറ്റിച്ച് വലിയ ഗുമസ്തനാന്ന് പറഞ്ഞോണ്ട് നടക്കുക. പറഞ്ഞത് മൊത്തം തെറ്റാ. കോടതി പോയില്ലായിരുന്നു? ഇല്ല, കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷൻ അവധിയായിരുന്നു. പ്രോസിക്യൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ അല്ലേ, പോട്ടി സ്കൂട്ടർ. അവള് ഈ ഗോപം വക്കീലിനോട് തന്നെ. ഗോപം വക്കീൽ ഇവിടെ ഇല്ല. വക്കീൽ ലീവ് എടുത്തിട്ട് ഉഗാണ്ടെ പോയേക്കുവാ. ഈ പ്രോസിക്യൂഷൻ പേടിച്ചിട്ടായിരിക്കും ഉഗാണ്ടെ പോയത്. ഇത് വേറൊരു വക്കീലാ എന്റെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. ആണല്ലേ? ആ വക്കീല് പിപിയാ. പിപിയാ? വക്കീലിനെ എങ്ങനെ എടുത്ത് വെച്ച് ഊതിയാ പിപി സൗണ്ട് കേൾക്കും? അങ്ങനെ പിപി സൗണ്ട് കേൾക്കുന്നില്ല. പിന്നെ ഏതാ മറ്റേ പബ്ലിക് പ്രോസിക്യൂട്ടർ. പബ്ലിക് പ്രോസിക്യൂട്ടർ. ഇങ്ങനെ എന്നെ കൂടെ തെറ്റിക്കും. അങ്ങോട്ട് പറയണ്ട. ഇംഗ്ലീഷ് മിണ്ടണ്ട. ബർത്ത്ഡേ ആയിട്ട് നമുക്കൊന്നും ഇല്ലയോ? ബർത്ത്ഡേ എനിക്ക് പോലും ഒന്നുമില്ലേ. കേക്കൊന്നും മാറ്റില്ലോടാ? കേക്കൊന്നും ഇല്ലെന്ന്. ആകെ നമുക്ക് ഒന്നാമത്തെ കാര്യം വീട്ടിൽ ഈ ചോറ് വെക്കാൻ പോലും അരി ഇല്ലാഞ്ഞിട്ടുണ്ടല്ലോ. കഴിച്ചാൽ തികയില്ല. അതുകൊണ്ട് അമ്മ ഒരേ അരിയായിട്ട് രണ്ട് കട്ട് ചെയ്ത് അങ്ങനെ കഞ്ഞി വെച്ചിരിക്കുന്നത്. ആ അരി കട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ നമുക്ക് വല്ല പണിക്കും പോകത്തില്ലായിരുന്നോടാ? 5 പൈസ കിട്ടിയായിരുന്നല്ലോ. അങ്ങനെയല്ലേ ബർത്ത്ഡേ പായസം പിന്നെ എങ്ങനെ ഒപ്പിച്ചെടുത്തു? ഇവിടെ കഞ്ഞി വെച്ചില്ലേ? നിന്റെ ബർത്ത്ഡേ ആയിട്ട് ഇവിടെ കഞ്ഞി വെച്ച് ചോറ് തിന്നുവാന്ന് പറഞ്ഞാൽ നീ നിങ്ങളുടെ വീട്ടിൽ ചോറ് വെച്ചിട്ട് ഇല വെട്ടി ഞങ്ങൾക്ക് തിന്നാനൊക്കെ ഉണ്ട്. ഇല വെട്ടി തരാൻ വേണ്ടി നിങ്ങൾ ആടൊന്നും അല്ലല്ലോ. അതല്ലെന്ന് ഇല വെട്ടി അതിനകത്ത് സദ്യ ഇരിക്കും. നീ ഇല്ല ഞങ്ങൾക്ക് തരണ്ടേന്ന്. അല്ല, അങ്ങനെ സദ്യ തരാനൊന്നും ഇല്ല. ഇവിടെ വേറെ ഒന്നും ഇല്ലേ? ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും വെച്ചില്ല. ഒന്നും വെച്ചില്ല. ഇല്ലടി, ഇവിടെ ഒന്നും വെച്ചില്ല. ചിക്കനെ എന്ത്? എനിക്ക് ചിക്കൻ കറി തല്ലേന്നാണ് പുള്ളി പറഞ്ഞ ആക്ഷൻ. അതല്ലത്, ഈ ചിക്കൻ എന്തെങ്കിലും കൊടുക്കാണ്ടായെന്നുള്ളതാ പറഞ്ഞ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരോട് കാര്യം പറ. എനിക്ക് അടുക്കളയിലെ ചെറിയ ഒരു ജോലി ഉണ്ട്. ഇവിടെ ഒരു കാര്യം ചെയ്യട്ടെ. അവള് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇവളെ കൂടെയൊക്കെ തുണി കഴുകാനും കുളിക്കാനും പോകുമ്പോഴേ നീ കൂടെ പോമോ? പോവും. ഞാൻ തന്നെ പോണം. പിന്നെ എല്ലാ സഹായത്തിനും ചേച്ചിക്ക് ഞാനല്ലേ കൂടെ പോകും. പിന്നെ ഇവിടെ നീന്തി കളിക്കുമ്പോ നീ തുണിയെല്ലാം തുണിയെല്ലാം അവിടെ ഉണക്കും, എല്ലാം ചെയ്യും, എല്ലാം പറക്കി കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ സോപ്പ് എടുത്ത് എല്ലാ സഹായവും ഞാനാ പുഴയിലൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പഴാ അത് വിശ്വസിച്ചത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു കള്ളം പറയുമായിരിക്കും. ആണല്ലേ? എപ്പോഴും വേറെ കാര്യമുണ്ട്. ഞാൻ എങ്ങോട്ടും പോയി കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ കാണണം. രാത്രി ആണെങ്കിലും ഇവിടെ കാണണം. കൊള്ളാം. ഞാൻ ഇവിടെ ഇല്ല. ഞാൻ എനിക്ക് വിശ്വാസം കാര്യങ്ങൾ. കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി ഒരു സംഭവം ഉണ്ടായി കേട്ടോ. എന്താ നിങ്ങളുടെ വീട്ടിൽ കലണ്ടർ തിരിച്ചിട്ടോ? അതല്ല, ജൂലൈ 1-ാം തീയതി അന്ന് ഞാൻ ലീവ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ജിമ്മൻ ഷാജിയുടെ ഭാര്യ കുളിച്ചോണ്ടിരിക്കുവായിരുന്നു. നല്ല മനസ്സിലായിരിക്കും അവർക്ക്. അതെന്താ സംശയം? അവര് കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ പൊന്തക്കാടിൽ ഒരു ബഹളം, ഒരു സൗണ്ട്. ഞാൻ നോക്കിയപ്പോ ഒരുത്തൻ തോർത്തും ഇങ്ങനെ കെട്ടി ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നും നോക്കില്ല, ഒരു കല്ലെടുത്ത് ഒരു ഒറ്റ ഏറി ടഹേ തിരു നെറ്റി ടഹേന്റെ സൗണ്ട് കേട്ടു. തിരുനെറ്റിയിലല്ലടാ, ഉച്ചയ്ക്കാണ് വേണ്ടത്. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നമുക്കതൊന്നും ഇഷ്ടമല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മാന്യമായിട്ടുള്ള ജീവിതമല്ലേ. അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അണ്ണാ അപ്പുണ്ണി അങ്ങ് പോയോ? അല്ല, ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സാധാരണ എന്റെ പുറകിന് ചാടിത്തുള്ളി വരുന്നതാണല്ലേ. ചെന്നില്ലെങ്കിൽ പഴക്കം ചെറുക്കൻ പാവോ ചെറുക്കന്. ബർത്ത്ഡേ നല്ല രസമുണ്ടല്ലോ കാണാൻ. ഒന്നുമില്ല അങ്ങനെ. ആദ്യമായിട്ടൊന്നും ഫസ്റ്റ് ടൈം വരുന്ന പോലെ. ഞാൻ അണ്ണനോട് പറഞ്ഞു കൊടുക്കുവേ,
പിന്നെ അണ്ണനെ അറിഞ്ഞുകൂടാത്ത പോലെ. അണ്ണോ എന്താടി ഈ ചെറുക്കൻ എന്തോ ഇവിടെ കാണിക്കുന്നത് നോക്കിക്കേ. അതെന്താ കാണിക്കുന്നത്? ഈ ചെറുക്കനെ ഒരു ശീലമുണ്ട്. പഞ്ചസാരയും കാപ്പിപ്പൊടിയും കയ്യെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ നക്കും. അതിന്റെ പുറകെ ചൂടുവെള്ളം കുടിക്കും. അതാണ് അവന്റെ ഫിൽട്ടർ കോപ്പി. അവൻ കുടിച്ചോന്ന് കുടിക്കട്ടെ. അത് എന്താ ചെയ്യാൻ ചെറുക്കനെ വഴക്ക് പറയാം. അണ്ണ ഇങ്ങോട്ട് വന്ന് നോക്കിയാണ്ടേ ഈ ചെറുക്കൻ എന്തോ കാണിക്കുന്നെന്ന്. കണ്ടോ ഇത് കണ്ടോ? ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ചേച്ചിയെ പറഞ്ഞു. ഇല്ല ഇത് ഞാൻ എന്തായാലും നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ചെറുക്കനെ വഴക്ക് പറയല്ലേ? ഞാൻ വഴക്ക് പറയും. ബർത്ത്ഡേ ടീച്ചർക്കൻ എന്തോ കാണിച്ചെന്നറിയാവോ? പായസം തരാതെ ഒറ്റയ്ക്ക് കുടിച്ചണ്ണ. പായസം മൊത്തം ഒറ്റയ്ക്ക് കുടിച്ചോ? നിങ്ങള് ഞാൻ അങ്ങനെ ചെയ്യാം. പായസം മൊത്തം ഒറ്റയ്ക്ക് കുടിക്കണം. ഞങ്ങൾക്ക് തരണ്ടോ പായസം? ഞാൻ ഇതെടുത്തോട്ടെ. അതെടുക്കട്ടെ. അതെടുക്കണ്ട. അവിടെ ഇരുന്നട്ടെ. തരൂലേ ഇപ്പൊ എനിക്ക്? തരത്തില്ല. ഞാൻ തരത്തില്ല. അവിടെ ഇരിക്കട്ടെ. അതെന്റെ ഇത് ഞാൻ പൊക്കിയിരിക്കും ചേച്ചി. ഇത് ഞാൻ പൊക്കിയിരിക്കും. പോടാ അങ്ങോട്ട്. ഓടാ ഇംഗ്ലീഷ് ചോദിക്കാം. ഇംഗ്ലീഷ് കൊതിയാന്ന്. അങ്ങനെ വേണം അത് വേണം. അത്ര പാവൊന്നുമില്ല അവന്. അറിയാതെ പറഞ്ഞില്ലേ നാക്ക് ഇംഗ്ലീഷിനകത്ത് കയറി പോകുന്നുണ്ടല്ലോ. കൊതി കാരണം എന്തോ ഇത് ഞാൻ അവന്റെ അമ്മയോട് പറയും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പാവം പിടിച്ച് ചേർക്കണം. നിനക്ക് അവനെ പറ്റി അറിയാൻ വേണ്ടാ. എടി അവരുടെ അച്ഛൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ട ചെറുക്കനെ വളർത്തിയെന്നറിയാവോ? ആണോ? പിന്നെ പണക്കാരൊക്കെ വീട്ടിൽ പോയി പാത്രം കഴുകുക, അവർക്ക് പാചകം ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് വരുന്ന വഴിക്ക് എന്നെ കാണും. ഞാൻ വഴക്ക് പറയും അവരെ. പാത്രമൊക്കെ പണക്കാരുടെ വീട്ടിൽ കഴുകാൻ പോകുന്നതിനാ? അന്നല്ല എന്നും അവിടുന്ന് മോരുകറി മാത്രം എനിക്ക് കൊണ്ടുതരും. ഞാൻ പറയാം പണക്കാരുടെ വീട്ടിൽ പോകുന്നില്ല, വലിയ ചിക്കനൊക്കെ കൊണ്ടു തരണം എന്ന് എനിക്ക്. എന്തൊരു മനുഷ്യൻ. ഞാൻ വിചാരിച്ചു ഞാൻ കൊണ്ട് പറയുമായിരിക്കും. അവരമ്മ കുഞ്ഞിലേ തൊട്ട് എനിക്ക് അറിയാവുന്ന. പിന്നെ അവരച്ഛനെ എന്റെ അച്ഛൻ പണിക്ക് പോകുന്ന സ്ഥലത്തല്ല അവരച്ഛൻ എന്റെ അച്ഛൻ കൊണ്ടുപോകായിരുന്നു. പണിക്ക് കൂട്ടി പിടിച്ചോണ്ട് വന്നാ? ഇല്ല, പണി കഴിഞ്ഞ് ഞങ്ങളുടെ വെള്ളം അടിച്ച് വടി കിടക്കുമ്പോ എടുത്തോണ്ട് വരാൻ വേണ്ടി. അല്ല അച്ഛൻ കുടിക്കുമായിരുന്നോ? എന്റെ അച്ഛൻ കുടിക്കുമായിരുന്നു. ഒരു ദിവസം കുടിച്ചിട്ട് വന്ന് കിടന്നുറങ്ങി. നേരം വെളുത്ത് ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങളുടെ അച്ഛന്റെ ഇവിടെ ഒരു വര. അതെന്തുവാ? ഈ വെള്ളപ്പൊക്കം കയറിയിട്ട് ഇറങ്ങി കഴിയുമ്പോ ഒരു വര കാണത്തില്ലയോ? അതുപോലെ ഇത്രയും നീർന്ന് വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങിയതാ. സന്ധ്യയായപ്പോ പിന്നെ നോക്കിയപ്പോ വീണ്ടും ഇവിടെ കിടക്കുന്ന ലെവലിൽ, ഈ കണ്ണ് ലെവലിൽ വെള്ളം കുടിക്കുന്ന ആളാണ് എന്റെ അച്ഛനെ. അത് പറ. കൊള്ളാം. പിന്നെ അതെങ്ങനെ നിർത്തിയത്? എനിക്കെന്ന് പറഞ്ഞാൽ അച്ഛനെ കൂടി ഞങ്ങള് മറ്റേ അവിടെ കൊണ്ടുവന്ന് നിർത്തിയെന്ന്. എനിക്ക് കുളി നിർത്തുന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തിയെന്ന്. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഞങ്ങളുടെ അച്ഛനെ കൂടി നിർത്തി. എന്റെ അച്ഛനെ കൂടി നിർത്തിയത് നീ നല്ല കരയുന്നത്. അതല്ല പിന്നെ ചെയിൻ കാണുന്നില്ല. നമുക്ക് എറണാകുളത്ത് പോവാം. അതെന്തുവാ? ചെയിൻ കാണാൻ. ട്രെയിൻ കാണുന്ന കാര്യമല്ല പറഞ്ഞ. എന്റെ ചെയിൻ കാണാനില്ലെന്ന്. ഇന്നലെ മേടിച്ച് കൊതി തീരാൻ എന്റെ ചെയിൻ കാണുന്നില്ലെന്ന്. ചെയിൻ കാണുന്നില്ല. പോയടത്ത് പോയി നോക്കണി. പോയടത്ത് പോയി നോക്കിയാ പിന്നെ അവിടെ നിന്ന് എടുത്താ പോരാ. നീ പോയടത്തൊക്കെ ചെന്ന് നോക്കാനൊക്കെ ഉണ്ട്. ഞാൻ എവിടെ പോയി? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ എങ്ങോട്ടോ എവിടൊക്കെ പോയി? നീ എവിടൊക്കെയോ പോയി. കണ്ട ഇന്ന് വരെ ഇല്ലാത്ത അസുഖം തുടങ്ങി. നിങ്ങൾക്ക് എന്നെ സംശയമില്ല. ഞാൻ എവിടെ പോവാനാ? ഞാൻ എവിടെയും പോകുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? നീ ആർക്കെങ്കിലും അഴിച്ചു കൊടുത്താന്നോ? അത് ഞാൻ ആർക്ക് അഴിച്ചു കൊടുക്കാനാ? ആ പുണ്യം അല്ലാതെ ഇവിടോട്ട് വേറെ ആരെങ്കിലും വന്നായിരുന്നോ? എന്തുവാ? എന്താ ആ ചെറുക്കനെ ഞാൻ പറഞ്ഞേ അങ്ങനെ ഒരു സ്വഭാവമല്ല. ആര് പറഞ്ഞു? അപ്പുണ്ണിയുടെ ഉള്ളിൽ ചെറിയൊരു കൊച്ചുണ്ണി കിടപ്പുണ്ടടി. ഇല്ലെന്നോ? എടി എന്റെ ഇവനെന്താ പോയപ്പോ ചോദിച്ചിട്ട് പറഞ്ഞേ ഈ ഫ്ലവേഴ്സ് അവന് വേണമെന്നില്ലേ പറഞ്ഞത്? ഓ ഫ്ലവർ പൈസ. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ ഞാൻ മോണ കിട്ടിയാ കുത്തു. ഞാൻ അവന് കൊടുത്തില്ല, അവൻ അടിച്ചോണ്ട് പോകുന്നു പറഞ്ഞില്ലയോ? അയ്യോ അത് ചുമ്മാ അവൻ പറഞ്ഞ മനസ്സിൽ വെക്കാതെ പറഞ്ഞതാ. അറിയാൻ മേട്ടാ പാവം നടിച്ച് നിന്നിട്ട് നമ്മളെ മുടിപ്പിക്കാനുള്ള പരിപാടിക്ക് അവൻ ഇറങ്ങി തിരിച്ചതാ. അതെന്തോ അങ്ങനെ അവൻ തന്നെ എടുത്തു പോയി. അവനെ വിളിക്കണം. അവന് ഇതുവരെ വീട്ടിൽ ചെല്ലാറായിട്ടില്ല. അവനെ വിളിച്ച് ഞാൻ ചോദിക്കാം. അപ്പുണ്ണിയേ കണ്ടോ അവന് ശബ്ദം ഇടറിയേ കണ്ടോ? അവന് മനസ്സിലായി നമ്മളത് പൊക്കോന്നുള്ള കാര്യം. അപ്പുണ്ണിയേ ഞാൻ വിളിച്ചപ്പോ എന്താ വരാൻ താമസിച്ചേ? ഞാൻ അവിടെ സംസാരിച്ചോണ്ടൊക്കെ നിൽക്കില്ലായിരുന്നു നമ്മുടെ കൂടെ. നിങ്ങളുടെ അമ്മ അവിടെ ഇരുന്നില്ലായിരുന്നു? ഇല്ല അമ്മയൊക്കെ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ടൗൺ വരെ പോയേക്ക്. അരി പൊടിച്ച് കഞ്ഞി വെച്ചെന്ന് പറഞ്ഞില്ലയോ? സാധനം വാങ്ങിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി പണം സംഭവം എന്താ രണ്ടുപേരുടെ സംഭവം എന്ന് പറഞ്ഞാലേ നമ്മൾ സാധാരണ സ്വർണം എവിടാ പണയം വെക്കുന്നേ? പൂപ്പണ. നീ പറ. പൂപ്പണ ബാങ്കിലെന്ന് കൊണ്ട് വെച്ചു. അവിടെ കൊണ്ട് വെച്ചു പൊടിപ്പിച്ചു. എന്താണ് രണ്ടുപേരും കൂടെ ഒരു നീ നേരത്തെ മൊബൈൽ അല്ലയോ? മൊബൈല് ചാർജ് ഉണ്ടോ? നീയേ കൊച്ചുണ്ണിന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കൊച്ചിനെ കണ്ടിട്ടുണ്ടല്ലോ. എന്ത് കൊച്ചുണ്ണി? ഏത് കൊച്ചുണ്ണി? കായംകുളം കൊച്ചുണ്ണി സീരിയല് കണ്ടിട്ടോ? പിന്നെ ഭയങ്കര രസമല്ലേ? അയ്യോ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമാണ്. മോഷണമല്ലേ അതിലൊക്കെ? ആണോ? പിന്നെ അതിലല്ലേ ഓമനക്കുട്ടനൊക്കെ അഭിനയിച്ചേ? ഓമനക്കുട്ടനെ? മണിക്കുട്ട
അറിയാം, കണ്ടായിരുന്നു. അത് കഥയൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ കായംകുളം കൊച്ചുണ്ണി ആ, ആ, ആ. പാവങ്ങളെ ഒന്നും മോഷ്ടിക്കത്തില്ലായിരുന്നു. ഇല്ല ഓടിക്കത്തില്ലായിരുന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ മോട്ടിച്ച് കൊണ്ടുവന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് പാവങ്ങൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. നീ അങ്ങനെ ചെയ്യുമോ? ഞാൻ മോഷ്ടിച്ച അങ്ങനെ പാവങ്ങൾ കൊണ്ടു കൊടുക്കുന്ന എന്തിന്? നമ്മളെ കഷ്ടപ്പെട്ടല്ലേ മോഷ്ടിക്കുന്നു. അത് പിന്നെ പാവങ്ങൾ കൊടുക്കാനാണ്. എന്നാ പിന്നെ മോഷ്ടിക്കാതിരുന്നാ പോരെ. അങ്ങനെ ഞാൻ ചെയ്യില്ല. കിട്ടും. അതൊക്കെ കൊച്ചുണ്ണിയുടെ നല്ല മനസ്സ്. അതാ കൊച്ചിലെ കണ്ട പരിപാടികൾ. നിങ്ങളെ ഈ ടോണൊന്ന് മാറ്റിയിട്ട് ചോദിച്ചേ, എനിക്ക് തീരെ പിടിക്കുന്നില്ല എനിക്ക് കേട്ടോ. ഞാനും നീ കൂടെ ചോറുണ്ണാനിരിക്കുക. ചോറുണ്ണാനിരിക്കുമ്പോ എന്റെ പാത്രത്തിൽ 2 മീൻ വറുത്തതും നിന്റെ പാത്രത്തിൽ 2 മീൻ വറുത്തതും ഇരിക്കുന്നു. നീ അറിയാതെ ഒരു മീൻ വറുത്തത് ഞാൻ എടുക്കും. അപ്പൊ നീ എന്താ ചെയ്യും? അത് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പാത്രത്തിൽ ഇരിക്കുന്ന 2 മീൻ എന്റെ പാത്രത്തിൽ ഇരിക്കും. അത് അങ്ങനെ അല്ല, എന്റെ പാത്രത്തിൽ കേടേണ്ട കാര്യമില്ലല്ലോ. മോഷണത്തിന്റെ കോഴ്സ് പഠിച്ചോനെ അറിയാം സംഭവമല്ല. നീ ഒരു കാര്യം ചെയ്യുന്നേ, നിന്റെ മൊബൈൽ എടുത്ത് അവന്റെ കൊടുക്ക്. അവൻ ഗെയിം കളിച്ച് ഇങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിൽ നിന്ന് തപ്പി പിടിക്കാൻ അത് പൊക്കാം. എന്തോ അയ്യോ വേറെ കാര്യം എന്താണെന്ന് പറഞ്ഞാലേ നമുക്ക് ഗെയിമും കൂടെ ഉണ്ട്. നിനക്ക് പൈസ കളയാനൊക്കെ ഉള്ള ഒത്തിരി ഗെയിം അതിനകത്തുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കാം. നീ കളിക്കും, മതി മറന്ന് കളിക്കും. അവിടെ കിടന്ന് മതി മറന്ന് കളിക്കട്ടെ. എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ രണ്ടുപേർക്കും. ഇല്ലെങ്കിൽ മൊബൈൽ എടുത്ത അപ്പോഴാ ദേഷ്യവും ബഹളവും. അടുക്കളയിൽ പോയിട്ട് അവിടെ കാണാൻ ഉണ്ടോ നോക്കാം. ഏതാടാ ഗെയിം? ഇത് പണ്ട വെടിവെപ്പ് ഭയങ്കര രസമാണ്. ഇത് കള്ളനായിട്ട് ഓട്ടിക്കുന്നുണ്ട്. ഞാൻ കള്ളന്റെ ഭാഗത്താ. നീ ലയിക്ക് അതിനകത്ത് ലയിക്ക്. ലയിക്കാൻ എന്തോ, ഞാൻ ഇത് എന്നും കളിക്കുന്നതല്ലേ. ഗെയിം ലയിച്ച് കളിക്കണം. ലയിച്ച് തന്നെ കളിക്കുന്ന. പിന്നെ പ്രത്യേകിച്ച് അല്ലേ തോന്നുന്നു നമ്മളല്ലേ. കൂടി പോണം. ചേച്ചേ അവളോട് അറിഞ്ഞോണ്ടായ സംഭവം. അയ്യേ, ഇങ്ങനത്തെ കുടുംബക്കാരുണ്ടോ നമ്മുടെ നാട്ടിൽ? എന്താ ചേച്ചി എന്താ സംഭവം? എന്താ കാര്യം? എന്റെ അനിയനെ പോലെ കാര്യം പറയണ്ടാന്ന്. കാര്യം എന്താന്ന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി. എന്താ കാര്യം? എന്താ കാര്യം? എന്താ സംഭവം ഉണ്ട്? എന്ത് സംഭവം? എന്താ കാര്യം? എന്താ പറ എന്താ കാര്യം? ചെയിൻ ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? എന്താ ചെയ്യും? എന്ത് ചെയ്യും? ചെയിനേ, ചേച്ചിയുടെ ചെയിനേ. എന്നെങ്ങനെ പാടി പിടിച്ചേക്കണം? എന്നെ പാടി കാര്യം സമ്മതിച്ചോ? കഷ്ടം ഞങ്ങളുടെ വിഷമം നീ ഒന്ന് മനസ്സിലാക്കി. സമ്മതിക്കടാ, നീ ഒന്ന് സമ്മതിക്കടാ. കഷ്ടമുണ്ടടാ, ഒന്ന് മനസ്സിലാക്കി. ഞാൻ ഒരു ചെയിൻ എടുത്തില്ല. കള്ളം പറയരുത് അണ്ണാ. അങ്ങനെ ചോദിച്ചപ്പം എവിടെ വെച്ചേക്കുന്നു? ഞാൻ എടുത്തില്ല, സത്യം അണ്ണാക്കോട്ട് കുത്തിക്കേറ്റ. അയ്യോ, എന്റെ ചെയിൻ. എന്ത് സംഭവം? ചെയിൻ കിട്ടി. തന്നേരെ. എന്ത് സംഭവം? ശ്രദ്ധിക്കാത്ത നിനക്ക് ഇനി ഈ ചെയിൻ വേണ്ട. നിന്റെ ഹാപ്പി ബർത്ത്ഡേ ഇല്ലയോ? ഞാൻ നിനക്ക് ഇരിക്കട്ടെ ഈ ചെയിൻ. എനിക്ക് ചെയ്യില്ല. എന്റെ ചെയിൻ കാണാതെ പോയ ചെയിനെ ഈ തോർത്തിനകത്തുനിന്ന് കിട്ടിയടാ. ആണല്ലേ?
ഈ തോർത്ത് എവിടെ നിന്ന് മേടിച്ച ചേച്ചി? അണ്ണാച്ചിയുടെ കയ്യിന്ന്. എന്നാ ഈ തോർത്ത് തന്ന അണ്ണാച്ചിക്കും ഈ തോർത്തിനും എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അതെന്തോത്തിനാ? ഇല്ലെങ്കിൽ എന്റെ ഈ ബർത്ത്ഡേ ഡെത്ത് ആയനെ ഈ സമ്മാനം കിട്ടൂല. വെറുതെ സംശയിച്ചില്ലേടി. നല്ല നല്ല ഉഷാറൊരു കൈയടി നസീർക്ക. നന്നായിരുന്നു കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഒരു ആയുർവേദ മരുന്ന് പോലെയാണ്. പതുക്കെ പിടിക്കുകയുള്ളൂ. കുറെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതുള്ള പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കുറെ കളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ മാല തപ്പുന്ന ആ പോഷൻ തൊട്ടാണ് ഈ സാധനം വേറൊരു ലെവലിലേക്ക് എത്തിയത് കേട്ടോ. ഗംഭീരമായിട്ടുണ്ട്. ആദ്യം ഒന്ന് അമ്പരന്ന് പോയി, കാര്യം ഇതെങ്ങോട്ടാ പോകണമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഇവനെ തന്നെ സംശയിക്കും, എന്നെ തന്നെ തപ്പും. പക്ഷെ ആ തപ്പുന്ന രീതിയായിരുന്നു മാറിപ്പോയത് നിങ്ങളുടെ. അത് നമുക്ക് എന്താ വേറെ ചിന്താഗതിയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ, അപ്പുണ്ണിക്ക് വേറെ രീതിയിൽ തോന്നുന്ന രീതിയിലേക്ക് നിങ്ങൾ ആ തപ്പൽ കൊണ്ടുപോയി. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ആദ്യം ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് വന്നേച്ചും ഒരൊറ്റ കൊത്തായിരുന്നു. ഗംഭീരമായിട്ടുണ്ട് 3 പേരും കേട്ടോ. നല്ല ലൈഫായിരുന്നു. ആദ്യത്തെ ഭാഗത്ത് തമാശകൾ കുറവാണെങ്കിലും കണ്ടിരിക്കാൻ ഭയങ്കര സുഖമായിരുന്നു. കാര്യം അത്ര ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു സാധാ കുടുംബത്തിൽ നടക്കുന്ന ഒരു സാധാ സംഭവം പോലെ സാധനം കൊണ്ടുവന്ന് വെച്ച് ഒരൊറ്റ പൊട്ടിയിട്ടായിരുന്നു. വെരി ഗുഡ്, നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുക്കുട്ടോ. ഇത്രയും ലാഗ് ചെയ്തിട്ട് ഇത്രമാത്രം ചിരിപ്പിച്ചൊരു സ്കിറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഫ്ലോറിലും ഞാൻ കണ്ടില്ല. നമ്മൾ പടപടാന്ന് കളിക്കുക, കൗണ്ടറുകൾ പറയുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മിമിക്രിക്കാരുടെയും അല്ലെങ്കിൽ ഈ ഫ്ലോറിൻ്റെയൊക്കെ ഒരു ഗുണമെന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് എത്രയോ കൗണ്ടറുകൾ അടിക്കാം, അത്രയും പൈസ നമുക്ക് കിട്ടുമല്ലോ. പക്ഷെ ലാഗ് ചെയ്തിട്ട് എൻ്റെ പൊന്നളിയാ ലാഗ് എന്ന് പറഞ്ഞാൽ ചിരിച്ച് ഞങ്ങൾ മരിച്ച് ഒരു ഡയലോഗ് പറഞ്ഞിട്ടില്ല. ഇത്രയും നേരം ആ സോഫ സെറ്റിയുടെ ഇടയിൽ കൂടെ കറങ്ങിയിട്ടുള്ള ആക്ഷൻ മാത്രമേ ഉള്ളൂ. അയ്യോ അത് ഗംഭീരമുണ്ടോ. രണ്ടുപേരും അത് പൊളിച്ചടുക്കി കളഞ്ഞത്. ഇതൊരു സെന്റിമെന്റ്സിലേക്ക് പോയിട്ടൊരു ഫീൽ ഗുഡിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക എന്നുള്ള രീതിയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ, ബെറ്റർ ആയിരുന്നു. 3 പേരും മടിച്ച് പൊളിച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മൺകുട്ടാ. ഈ സ്കിറ്റിന്റെ ഇടയിൽ എൻ്റെ പേര് പരാമർശിച്ചു, ഓമന കുട്ടനെന്ന്. അതുപോലെ ഇതൊരു ഓമന സ്കിറ്റായിരുന്നു. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്ന ഒരു ഫീലായിരുന്നു. കാരണം പ്ലേ ചെയ്ത് എവിടെയെങ്കിലും ഓവറാക്കാൻ കുറയ്ക്കാം അങ്ങനെയൊന്നുമില്ല. എത്രത്തോളം നാച്ചുറൽ ആക്കാൻ പറ്റുമോ അത്രത്തോളം നാച്ചുറലായി ഞങ്ങൾ ഏതോ കുടുംബം ഇങ്ങനെ ഇരുന്ന് കാണുന്ന ഒരു ഫീലിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബിഗ് ഗംഭീരമായിരുന്നു, ഭയങ്കര നല്ല ഇതായിരുന്നു. പിന്നെ ഞാൻ ഈ കായംകുളം കൊച്ചുണ്ണി സീരിയൽ എന്നെ തേടി വരുമ്പോഴത്തേന് എനിക്ക് ആദ്യം 10 എപ്പിസോഡ് ചെയ്യാനാണ് വിളിച്ചത്. പക്ഷെ എൻ്റെ അഭിനയ മികവ് കൊണ്ട് അവർ 4 എപ്പിസോഡാക്കി കുറച്ചു. പിന്നെ അത് ജനങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴത്തേന് കൂടി അത് 250ഓളം എപ്പിസോഡ് ഞാൻ ചെയ്തു. കൊച്ചുണ്ണി സീരിയൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം നല്ലവനായ കള്ളൻ, എവിടെയെങ്കിലും കള്ളൻ്റെ നല്ല വശങ്ങൾ പരാമർശിക്കുമ്പോൾ കായംകുളം കൊച്ചുണ്ണി എന്ന് തന്നെ പറയും. അപ്പോൾ ആ സീരിയസ്നെസ്സോടെ അന്ന് ഞാൻ ചെയ്തിരുന്നു. ഇന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴേ എനിക്ക് വലിയ സന്തോഷം. അത് പരാമർശിച്ച് വലിയ അംഗീകാരം, ഭയങ്കരമായിട്ടൊരു ശ്രദ്ധ പിടിച്ചു പറ്റിയ. കേരളത്തിലെ മലയാളികളൊക്കെ എവിടെയുണ്ടോ അവരെല്ലാം ആ സീരിയൽ കണ്ടിരുന്നു. ഭയങ്കര രസമായിരുന്നു. നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രം വർഷങ്ങൾക്ക് ശേഷം ആൾക്കാർ പറയുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കതൊരു അതിവിടെ ഒരു മനോഹരമായ സ്കിറ്റിൽ വീണ്ടും എൻ്റെ പേര് പരാമർശിക്കുമ്പോൾ വലിയ സന്തോഷം. എനിവേ ഗ്രേറ്റ് എഫോർട്ട്. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നന്നായിട്ട് അതിനോട് ചേർത്തുള്ളൊരു പൈസ കൊടുത്തായിരുന്നു. ഇനി കുറച്ച് ഞാൻ പിടിച്ചു വെക്കും, ബാക്കി പാവപ്പെട്ടവർ കൊടുക്കാനായിട്ട്. എത്ര കൊടുക്കാം? 18,000 രൂപ. അടുത്ത ആരാണ്? ഞാൻ കൊടുക്കാം. ഞാനൊരു 12,000 രൂപ. 30,000 രൂപ. നസീർക്ക ബാക്കി ഇതാ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അവനാ. ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. നല്ല എമൗണ്ട് ആണ്. കോൾ അടിച്ചല്ലോ. 3.5 ലക്ഷം രൂപയുടെ ബ്രേസ്ലെറ്റ് കിട്ടി. 65,000 രൂപ ഷെയർ. ഇരിക്കോ ഹാപ്പി ബർത്ത്ഡേ. പോയില്ല ജെയിൻ. ശരിയാണ്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം സ്കിറ്റ് നമ്മൾ ചെറുതായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഒറ്റയ്ക്ക് വരുന്ന മോൺസ്റ്റർ സ്പെഷ്യൽ പെർഫോമൻസ് നമ്മുടെ ഫ്ലവേഴ്സിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നു. വിജയ് അറിയാം. ആളെ വിളിക്കട്ടെ. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ലെറ്റ്സ് വെൽക്കം മിഥുൻ ഫ്രം മണ്ണാർക്കാട്. ഇതിനെ വെൽക്കം. താങ്ക് യു. ഓ സന്തോഷം. കുറെ ആളുകൾക്ക് ശേഷമാണ് വീണ്ടും ഫ്ലവേഴ്സിന്റെ ഐറ്റം വേറെ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ആദ്യം എല്ലാവരോടും
വലിയൊരു സ്നേഹം സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. അപ്പൊ എന്താണ് നമുക്ക് വേണ്ടിട്ട് ഐറ്റം കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അല്ലേ? അതെ മതി. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ സ്റ്റാർസിന്റെ കാലമാണ്. യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് അല്ലേ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകള്, സെലിബ്രിറ്റീസ്, അവരുടെ സോഷ്യൽ മീഡിയ ചാനൽ പുതിയതായി തുടങ്ങി ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ ഐറ്റം ഫ്ലോറിലാണ് അവരുടെ ചാനൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡ് വ്ളോഗേഴ്സിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ആരായിരിക്കും? ഫിറോസ് ചുട്ടിപ്പാറയാണ് ആദ്യം നമ്മുടെ ഇതിന് ഉദ്ഘാടനത്തിൽ വരുന്നത്. അപ്പൊ ഞാൻ ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു മുട്ടനാടിനെ ഗ്രില്ല് ചെയ്യാൻ പോകും. അപ്പൊ അതില് ജീവ ഇതില് വേറെ മസാലകളൊന്നുമില്ല. ഇതില് കുറച്ച് മല്ലിപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാണ്ട് നമുക്കൊരു പരിപാടി ഇവിടെ അല്ല. ആട് പറഞ്ഞപ്പോൾ ചിരിക്കുന്നു നോക്ക് എന്താലേ. അപ്പൊ നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാല് ഇത് ഭയങ്കര സംഭവമാണ്. അപ്പൊ ഇത് ഗ്രില്ലിൽ നമ്മൾ ഈ ആട്ടിൽ ഈ മസാല ഒക്കെ തേച്ച് നമ്മൾ ഇതിനെ കറക്കാൻ പോവാണ്. കറക്കാൻ ജീവൻ പിടിക്കാനാണെന്ന് അറിയാം ഏത്. അപ്പൊ നമ്മള് ഇത് സംഭവം കറക്കിക്കൊണ്ടിരിക്കുമ്പോ ഇത് ഗ്രില്ല് ഭയങ്കര സെറ്റായിട്ട് ഇതിങ്ങനെ കനലിങ്ങനെ വേകുമ്പോഴാണ് ഈ സാധനം പുട്ടുപോലെ വേവണട്ടാ സാധനം എന്താലേ. അപ്പൊ സംഭവം ആയിട്ടുണ്ട് കേട്ടോ. പുട്ട് പോലെ വന്നിട്ടുണ്ട്. കഴിച്ചു നോക്ക്. ഒന്ന് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്ക. അവർക്ക് രണ്ടുപേർക്ക് കൊടുക്ക. എങ്ങനെയുണ്ട് സാധനം? അടിപൊളി സാധനം, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും സംഭവം സൂപ്പർ ആയിട്ടില്ലേ? അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. അപ്പൊ വേറെ ഒരു സംഭവം ഇല്ല. അപ്പൊ ഇത് ഇനി വരുന്ന ചാനൽ ലോഞ്ച് ചെയ്യാൻ പോണ ആൾക്കാർക്ക് എന്റെ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. ഇനി സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെടുന്ന താരമാണ്. ബോച്ചയാണ് വരുന്നത്. ഓക്കെ, ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബോച്ചയാണ്. വലിയ സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ. കാരണം ചിലർ പറയുന്നു എനിക്ക് തലയ്ക്ക് തീരെ സുഖമില്ല എന്ന്, ചിലർ പറയുന്നു എനിക്ക് ഭ്രാന്താണ് എന്ന്. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാൻ പോവാറില്ല. കാരണം നമുക്ക് 1000 കുടത്തിന്റെ വാകെട്ടാം, പക്ഷേ ആളുകളുടെ വാകെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഇതില് എൻ്റെ ഡാൻസ് ഉണ്ട്, കരാട്ടെ ഉണ്ട്, കുങ്ഫു ഉണ്ട്, കളരിപ്പയറ്റുണ്ട്, സൂംബ ഡാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ചാനലിന്റെ പുറകെ നിങ്ങളെല്ലാവരും ഫോളോവേഴ്സ് ആയിട്ട് ഉണ്ടാവണം. ലവ് യു എവരിബഡി. താങ്ക് യു. അപ്പോ ഇനി ഞാൻ ഒരാളെ കൂടെ കൊണ്ടുവരികയാണ്. അത് വേറെ ആരുമല്ല, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര റീച്ചുള്ള ആർട്ടിസ്റ്റാണ്, ആക്ടർ ബാലയാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം പുതിയൊരു ചാനൽ ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ. കാരണം വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഇതുവരെ ജീവ നീ കേക്ക്, ഞാൻ ഇതുവരെ ഒരു ചാനലിലും പറയാത്തൊരു രഹസ്യം ഞാൻ ഇവിടെ പറയാൻ പോവാണ്. ഞാൻ ഒരു സിംഗറാണ്. ഞാൻ പാലക്കാട് ചെമ്പൈ കോളേജിലാണ് മ്യൂസിക് പഠിച്ചത്. ഞാൻ ഒരു പ്രൊഫഷണൽ സിംഗർ. എൻ്റെ ഫ്രണ്ട് ടാബിന് അഭിനയിച്ച നാരിവേട്ട സിനിമയിലെ ഒരു പാട്ടിൻ്റെ 2 ലൈൻ ഞാൻ പാടാം. നിങ്ങൾ കൂടെ ഉണ്ടാകണം, നിങ്ങളും കൂടെ ഉണ്ടാകണം. ഉള്ളിലൊലിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി, മിന്നൽ വല കയ്യിലിട്ട പെണ്ണളകേ, എത്തിത്തൊടാൻ പറ്റുകില്ല, മാറിവില്ലാണ് നീ, മാറിവില്ല 9.6 മാറിവില്ലേ. അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യും. ഇനി നമ്മുടെ മിമിക്രി കുടുംബത്തിലെ ഒരു താരമാണ് വരുന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുരാജ് ഏട്ടൻ ഒരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമ്പുഴ. എല്ലാവർക്കും നമസ്കാരമുണ്ട്.
ശരിക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്ന് മാത്രം എനിക്കറിയാം. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ ജീവ, എല്ലാവരും ചാനൽ തുടങ്ങി എനിക്ക് മാത്രം ഇത് ഇല്ല എന്നുള്ളൊരു വിഷമം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എങ്കിലും ഞാൻ ഒരു ചാനൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കൊരു സംശയം ഉണ്ടാവും, ഞാൻ എന്ത് ഐറ്റം ആയിരിക്കും ഇതിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു സംശയം ഉണ്ടാവും. വെറുതെ എന്നോടൊന്ന് ചോദിക്കുക എന്ത് ഐറ്റം ഞാൻ സുരാജേട്ടാ എന്ത് ഐറ്റമാണ് സുരാജിന്റെ ചാനലിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്? അത് വേറൊന്നുമല്ല, ഞാൻ ഇപ്പോൾ സിനിമയിൽ സജീവമായതുകൊണ്ട് മിമിക്രി ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മിമിക്രി വീഡിയോ ഇതിലൂടെ ചെയ്യാം. ഞാൻ ഇതുവരെ ആരും ചെയ്യാത്തൊരു വളരെ വെറൈറ്റി ആയിട്ടൊരു സ്റ്റാറിന്റെ ശബ്ദം ഞാൻ പഠിച്ചിട്ടുണ്ട്. ബിന്ദു പണിക്കർ. അത് സുരാജേട്ടൻ എപ്പോഴും ചെയ്യുന്ന സാധനമല്ലേ? എന്ന വേറൊരു സാധനമുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ. അതും അതും എല്ലായിടത്തും ചെയ്യുന്ന സാധനം. എന്നാൽ ഞാൻ വേറൊരു സാധനം പഠിച്ചു വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ വിടുന്ന ഒരു സാധനമാണ്. ബാബു നമ്പൂതിരിയുടെ വോയിസ് ആണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ബാബു നമ്പൂതിരിയുടെ വെറുതെ വോയിസ് അല്ല. തുടരും സിനിമ എല്ലാവരും കണ്ടതാണെന്നറിയാം. അപ്പം അതുകൊണ്ട് തുടരും എന്ന സിനിമയിലെ പ്രകാശ് വർമ്മ, നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല, പ്രകാശ് വർമ്മയുടെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ നമ്മുടെ ബാബു ചേട്ടനായിരുന്നു. എങ്ങനെയാ ഉണ്ടാകുക എന്നുള്ളത് ഞാൻ അവതരിപ്പിക്കാം. ജോർജ് സാറിന്റെ അത് ജോർജ് സാറായിട്ട് നമ്മുടെ ബാബു നമ്പൂതിരി വരുന്നു, കാണാം. 36 വർഷമായടാ പെൻസേ ഞാൻ പോലീസില്. അതിനിടയിൽ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലെനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പടിയിറങ്ങുമ്പോഴേ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെ ആടാ. നിന്റെ മുമ്പിൽ ഞാനിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലേ, നിന്നോടിങ്ങനെ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലേ, നീ ഇനിയും എന്നെ ഒരുപാട് അറിയാനുണ്ട് അനിയാ, ഒരുപാട് അറിയാനുണ്ട്. അടിപൊളി സുരാജേട്ടാ. അപ്പൊ ഇനി ഞാൻ ബിന്ദു പണിക്കരും നമ്മുടെ വെള്ളാപ്പള്ളിയും ചെയ്ത് നടക്കുകയാണെന്ന് ആരും പറയരുത്. പുതിയ സ്റ്റാർ ഞാൻ ഇവിടെ എൻ്റെ ചാനലിലൂടെ ഞാൻ ഇവിടെ പുതിയതായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം, താങ്ക് യു. ഇനി നമ്മുടെ മറ്റൊരു താരമാണ് വരുന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടനാണ്, നമ്മുടെ മിനിസ്റ്ററാണ്, സുരേഷ് ഏട്ടനാണ് വരുന്നത്. സുരേഷ് ഗോപി സാർ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുമായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്യണം. ഓക്കെ, വലിയ സന്തോഷം. വലിയ സന്തോഷത്തിൻ്റെ അതിരുകളില്ലാത്ത ഒരു വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ചാനൽ ഞാനിവിടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവരെ 3 പേരെ എനിക്കറിയില്ല. നിങ്ങളൊക്കെ ആരാ? എൻ്റെ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ എനിക്കറിയില്ല. ജീവയല്ലേ എൻ്റെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ജീവ എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഈ പിഞ്ച് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് 2 വരി പാട്ട് കേൾക്കാനുള്ളൊരു മോഹം ഉണ്ട്. തക്കട് മുണ്ടൻ താറാവേ, തടുക്ക് മുണ്ടൻ താറാവേ, ഇട്ടം കൂടാൻ. ഇഷ്ടമല്ല, ഇട്ടം. ഈ കുഞ്ഞു മക്കളോട് ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ല. ഇട്ടം കൂടാൻ ഇച്ചുമുണ്ടൊരു കുട്ടിത്താറാവ്. ഹാപ്പി അല്ലേ മക്കളെ? അപ്പൊ എൻ്റെ ചാനലിൽ ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടി രസകരമായ ഒരുപാട് വീഡിയോസ് ഉണ്ടാകും. ചാനൽ എല്ലാവരും ഫോളോ ചെയ്യണം. താങ്ക് യു. നെക്സ്റ്റ് ഇനി മലയാളത്തിൻ്റെ സംവിധായകനും നടനുമൊക്കെയായ നമ്മുടെ ഫേവറേറ്റ് ആക്ടറായിട്ടുള്ള പൃഥ്വിരാജ് വരികയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുമായിട്ട്. ആക്ച്വലി വളരെയധികം സന്തോഷം. എനിക്ക് തോന്നുന്നു ഇത്രയും നാളുകളായി ഞാൻ കുറച്ച് നാളുകളായി എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ അധികം ചാനലുകളിലോ അല്ലെങ്കിൽ പബ്ലിക് ഇൻ്റർവ്യൂവിലോ ഞാൻ വരാറില്ല എന്നതൊരു പരാതിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മണിക്കുട്ട, നമ്മൾ ആ സിനിമ കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല. ആക്ച്വലി ഈ ഒരു ചാനൽ ഞാൻ ആരംഭിച്ചതിൻ്റെ പ്രധാന കാരണം, ഞാനാണ് അതിമനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ള ആ പേര് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ 15 ദിവസം കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഈ ചാനൽ ജോയിൻ ചെയ്യാം. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു.
അടിപൊളി അടിപൊളി ഉഗ്രൊരു ഐഡിയ കൊടുത്താണ് കീടുകൾ നസീർക്ക. അല്ല ഇത് ഇപ്പം വേദിയിൽ അവതരിപ്പിക്കുന്നുണ്ടോ ഈ സാധനം തന്നെ, അതോ നമുക്ക് വേണ്ടിട്ട് ഇന്ന് പ്രത്യേകം തരപ്പെടുത്തി അല്ല, ഞാൻ ഇപ്പൊ ഇന്നലെ ഇരുന്ന് പ്ലാൻ ചെയ്തൊരു സാധനമാണ് ഇത്. വേറെ സ്റ്റേജ് ഷോസിലൊന്നും ചെയ്യുന്നില്ല. ഇല്ല. അപ്പൊ ചെയ്യാൻ പറ്റിയ ഒരു സാധനം, കാരണം ഇപ്പൊ യൂട്യൂബേഴ്സിന്റെ ഒരു കാലഘട്ടമാണല്ലോ. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റിയ സാധനം എല്ലാം ഡിറ്റോ ആയിരുന്നു. ഒരെണ്ണം പോലും മാറ്റി നിർത്താനില്ല. ഗംഭീരമായിരുന്നു. താങ്ക് യു, സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. മിഥുനെ നന്നായിരുന്നുട്ടാ. കാരണം ആരും ഇത് മോശമാണെന്ന് ഒട്ടും പറയൂല. കാരണം ഡിറ്റോ സൗണ്ടാണ്. അത് തന്നെയല്ല നമ്മൾ സിനിമയിൽ കേൾക്കുന്ന ഒരു സൗണ്ട് അല്ല. നമ്മൾ ലൈവായിട്ട് ഇന്ന് സംസാരിക്കല്ലേ, നമ്മളായിട്ട് ഇന്ററാക്ട് ആയിട്ടല്ലേ സംസാരിക്കണത്. അപ്പൊ അതൊരു ഭയങ്കര കാര്യമാണ്. കാരണം പഠിച്ചു വെച്ച ഡയലോഗ് നമുക്ക് ഏത് മോഡുലേഷൻ വേണമെങ്കിലും എപ്പോഴെങ്കിലും മാറ്റുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇതൊരു ഭയങ്കര, കാരണം സുരേഷ് ചേട്ടനൊക്കെ വന്നിട്ട് കറക്റ്റ് ഡിറ്റോ സാധനമായിരുന്നു. നമ്മൾ നേരത്തെ കോമഡി സദി കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഇതൊരു വെറൈറ്റി സാധനമുള്ളത്. ഈ മനോജ് കജയന്റെ ചെയ്യൂലായിരുന്നു. അതേപോലെ എനിക്കുണ്ട് റിക്വസ്റ്റ്. നിങ്ങൾ ഇരുന്നപ്പോഴാണ് ആ ഒരു കാര്യം മനോജ് ചേട്ടനെ കഴിഞ്ഞിട്ട് എനിക്കുണ്ട് റിക്വസ്റ്റ്. മനോജ് ചേട്ടന്റെ ലൈവ് ഒരു സാധനം. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷം. ഐറ്റം വേറെ ലെവൽ എന്ന ഈ പ്രോഗ്രാമിൽ എന്നെ കൂടെ ഇൻവൈറ്റ് ചെയ്തതിൽ സന്തോഷമുണ്ട്. ജീവ അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു കുട്ടികളുടെയൊക്കെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. താങ്ക് യു സോ മച്ച്. അടിപൊളി. ഇനി ജീവയുടെ പിന്നെ ചോട്ടാ മുംബൈ 4K ഇറങ്ങിയല്ലോ. ചോട്ടാ മുംബൈയുടെ 2 ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഇവരിക്കുമ്പോ തന്നെ എനിക്ക് ഏറ്റവും നന്നായിട്ട് മിഥുൻ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് മണിച്ചേട്ടന്റെ സൗണ്ട് ചെയ്യാറുണ്ട്. സൗണ്ട് മറ്റേ നടേശനാണ് അടിപൊളി. ഓക്കെ. അപ്പൊ നടേശന്റെ വോയിസ് നമുക്കറിയാം, പകരം വെക്കാനില്ലാത്ത നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എന്നും മനസ്സിലുള്ള നടനാണ് മണിച്ചേട്ടൻ. അപ്പോൾ മണിച്ചേട്ടൻ അത്ര എത്തില്ലെങ്കിലും കുറച്ച് എവിടെയെങ്കിലൊക്കെ ഒരു സാമ്യം തോന്നും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ. നീ ഇപ്പൊ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും ശത്രുവും അധർമ്മിയും ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാരിൽ ഈ നാട്ടില് ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? CI മോഹൻദാസ് സാറിന്റെ മെക്കെട്ട് കയറാൻ വന്നോണ്ടാ അവനെ ഞാൻ കൊന്നത്. ഇനി അതിനെതിരെ നീ സാക്ഷിയൊന്നും പറയാൻ പോവണ്ട. അങ്ങനെ പറഞ്ഞ ആദ്യം ഞാൻ കൊല്ലുന്നത് നിന്നായിരിക്കും. നിന്റെ മരണം കണ്ട് മനസ്സൊന്ന് പെടച്ചു നിൽക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. ഇത് 2 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടോള് പറയണ പോലെയല്ല. കൊല്ലുന്നു പറഞ്ഞ നടേശൻ കൊന്നിരിക്കും. അനുകരണ കല ഡെയിലി അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പം ആ അപ്ഡേഷന്റെ കൂടെ നിന്നുകൊണ്ടാണ് മിഥുന്റെ കഴിവ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പല ആർട്ടിസ്റ്റുകളെ എനിക്ക് നേരിട്ടറിയാം. അവർ നേരിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ബാലചേട്ടൻ, ഞങ്ങൾ ഒന്നിച്ച് CCL ക്രിക്കറ്റും അല്ല സിനിമയും. അപ്പൊ പുള്ളി യഥാർത്ഥത്തിൽ പാടും. അപ്പൊ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാ. അപ്പൊ തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മിഥുൻ. എല്ലാവിധ ആശംസകളും. ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. താങ്ക് യു. അപ്പോ എന്താ പറയാ, നമ്മുടെ ഗുരുനാഥന്റെ സൗണ്ട് എടുക്കൂലേ ജയേട്ടൻ ജയരാജുവാരുടെ ശബ്ദം പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, ജയേട്ടൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ലോഞ്ച് ചെയ്യട്ടെ. ഓക്കെ. നമസ്കാരം. വളരെയധികം സന്തോഷം ജീവ. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു വേദിയാണിത്. കാരണം എല്ലാവരും യൂട്യൂബ് ചാനൽ, സുരേഷ് ചേട്ടൻ വരെ യൂട്യൂബ് ചാനൽ തുടങ്ങി, ഇൻസ്റ്റ ഫേസ്ബുക്കിലൊക്കെ. അപ്പൊ ഞാനും ഒരു ചാനൽ തുടങ്ങിയാലോ എന്നല്ലേക്കുക. അതായത് ഇൻസ്റ്റയില് പൂരത്തിനെ കുറിച്ച് മാത്രമുള്ള വീഡിയോസ്, ഫേസ്ബുക്കില് ആന ചെണ്ട, യൂട്യൂബില് ഹാസ്യവും നർമ്മവും സംഗീതവും ചേർത്ത ജയരാജ് വാര്യർ ഷോ. എങ്ങനെയുണ്ടാവും? അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ സന്തോഷമായിരിക്കും. അപ്പൊ അധികം വൈകുന്നില്ല, ഇവിടെ വെച്ച് ഞാനത് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ജയരാജ് വാര്യർ യൂട്യൂബ് ചാനൽ. അപ്പോ താങ്ക് യു. അനുകരിച്ച എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. ഇതിന് ആക്ച്വലി വരാൻ വൈകിപ്പോയി നമ്മുടെ കുടുംബത്തിലേക്ക്. കുറെ മുൻപ് വിളിച്ചു തുടങ്ങിയാണ്. അപ്പൊ കുറെ കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളെ നിരാശാക്കില്ല. വന്നപ്പോ നല്ല മരുന്നുമായിട്ടാണ്, നല്ല ഐറ്റമായിട്ടാണ് വന്നത്. ഇനിയും വരണം, ഇതേപോലുള്ള വെറൈറ്റി ഐറ്റങ്ങളുമായിട്ട് വന്ന് ഞെട്ടിക്കണം. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. ഒരു നല്ല കൈഡി മിഥുൻ മണ്ണാർക്കാടിന്. താങ്ക് യു.
ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 8001. ഈ പാടത്ത് എന്തോരം കൊയ്ത്ത് മെഷീൻ ഉണ്ടെന്നറിയോ? അതിൽ ഏതെങ്കിലും ഒരു കൊയ്ത്ത് മെഷീൻ ഇവിടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇവിടെ ഈ തുള്ളാട്ടം എനിക്ക് കാണണ്ടായിരുന്നു. ആഹാ, ആ കടയിൽ ഒരു ചായ കുടിക്കാൻ ഒരുത്തം വന്നിട്ട് ഇപ്പൊ 1 മണിക്കൂർ കൂടുതലായി. അവൻ ഇതുവരെ എഴുന്നേറ്റ് പോയില്ല. ഞാൻ നടി അത് പറഞ്ഞപ്പോ അവൻ എഴുന്നേറ്റ് അങ്ങ് പോയി. അത് കൊള്ളാം. വേണ്ടേ, മര്യാദക്ക് വേണം ജോലി ചെയ്യാൻ. കൂടുതൽ ആത്മാർത്ഥത ഒന്നും കാണിക്കണ്ട കേട്ടോ. അയ്യോ, ആത്മാർത്ഥം കൊണ്ടൊന്നും അല്ല. മുതലാളി രാവിലെ എന്റെ മുഖത്തൊക്കെ ഒരു ചൊറിയുന്ന വർത്താനം പറഞ്ഞത്. ആണോ? ഞാനത് ഇതിനകത്ത് അങ്ങ് ചവിട്ടി അങ്ങ് തീർക്കുവാണ്. അങ്ങനെയാണെങ്കിലേ ഇതോടും കൂടെ ഒന്ന് ചവിട്ടിയാരെ. അയ്യോ, അതെന്തിനടി? ആ മുതലാളി രാവിലെ എന്റെ അടുത്ത് ഒരു ചൊറിയുന്ന വർത്താനം പറഞ്ഞു. ഹെടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. വിതയ്ക്കുന്നവൻ കൊയ്യുന്നില്ല, കൊയ്യുന്നവൻ വിതയ്ക്കുന്നുമില്ല. ഇത് പറയാനാണ് ഇത്ര കിടന്ന് കിതയ്ക്കുന്നത്. നിന്റെ വായിന്ന് പദവരെ എവിടെങ്ങാരും മാറി. എടി, നിന്റെ ഭർത്താവേ ഇന്നലെ വെച്ചോട്ടമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അയ്യോ, അത് ഞാൻ പറയാടി. എടി, ഇന്നലെ രാവിലെ SKSന്റെ ഒരു സാറ് വീട്ടിൽ വന്നായിരുന്നു. ലോണിന്റെയോ? ഇങ്ങാരാണെങ്കിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ ഇങ്ങാരോട് പറഞ്ഞു, മനുഷ്യ SKSന്റെ സാറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു തരുവേ. ഇറങ്ങി ഒരൊറ്റ ഓട്ടം. അയ്യോ, എന്നിട്ട് അടുത്ത പൊട്ടക്കണ്ടിന്ന് ഒക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. എന്തിനാണ് ലോണിന്റെ സാറ് വന്നിട്ട് ഇവിടെ ഇറങ്ങി ഓടിയത്? ഇങ്ങാര് കേട്ടതേ എക്സൈസുകാര് വന്നെന്നാ. അടുക്കളക്കകത്തിട്ട് വാറ്റുമ്പോ ഓർക്കണമായിരുന്നടി. അയ്യോ, പോയിട്ട് ഇടുന്നു. പട്ടിയല്ലെന്ന് ഞാൻ കോട്ടുപോയിട്ടാ. എന്താടി? അത് ഇന്നലെ ശകലം പോലും ഉറങ്ങാൻ പറ്റിയില്ലടി. അതെന്താടി? ഞാൻ ഒരു സ്വപ്നം കണ്ട് വെളുപ്പാങ്കാലത്ത്. എന്തോ സ്വപ്നമാ കണ്ടത്? ഈ 10 ഏക്കർ മൊത്തം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കൊയ്തടി. അയ്യോ, ആണ്. എന്നിട്ടെന്തോ നേരം വെളുത്ത് നോക്കുമ്പോ കെട്ടേന്റെ നെഞ്ചത്ത് ഒരു രോമം പോലും ഇല്ല. അത് പോലടി, സാരമില്ല. അടുത്ത പ്രാവശ്യം കൃഷി ഇറക്കുമ്പോഴേ നിന്റെ കെട്ടിയുടെ നെഞ്ചത്തോടെ കുറച്ച് വിത്ത് ഇറക്കാം. ഈ വിത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എന്തുവാ? നമ്മൾ ഈ ഞാറ് നടത്തില്ലയോ? ആ ഞാറ് നടുമ്പോ അതിനിടയ്ക്ക് ഒരു ചെറിയ പുല്ല് കളിച്ച് വരുമല്ലോ. അതിന് പേരെന്ത് വരുന്നടി? അത് കള. അതെങ്ങനെയാ കളയുന്നത്? എനിക്കറിയാത്തോണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. അതെന്നാ കളയെന്ന് പറയുന്നത് എന്തുവാ? എടി, അത് കളയെന്ന്. അത് കൊള്ളാം. ഒരാളൊരു കാര്യം ചോദിക്കാൻ അറിയത്തില്ലേ, പറഞ്ഞു തരണം. അല്ല, കള കള കളന്ന് പറഞ്ഞു ഞാനെന്താ പറയാനാ? എടി, ഞാറിന്റെ ഇടയ്ക്ക് കിളിച്ചു വരുന്ന സാധനത്തിന്റെ പേരാ കള. അത് പറ. അത് പറയല്ല, കള. നീ അത് കള. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ അവൾ അത് കളയാൻ പറയുന്നു. അതെന്താ പറച്ചില്ല ഇത്? ഇതാ ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കരുത്. ഓ, നിന്റെ മൂഡ് ശരിയല്ല. അയ്യോ, ഞങ്ങൾ പാവത്തങ്ങളല്ല, ഞങ്ങൾക്ക് ഇത്രയും മൂടൊക്കെ ഉള്ളു. എടി, പിന്നെ നമ്മുടെ അശോകന്റെ മോളില്ലയോ അമ്പിളി? നീ പണിക്ക് വന്നെങ്കിൽ പണി ചെയ്യണം. പറയട്ടടി. അല്ലാതെ അശോകന്റെ മോൾ ഒളിച്ചോടിപ്പോയത്. അതാ പറഞ്ഞ, പണിക്ക് വന്നെങ്കിൽ പണി ചെയ്യണം. അല്ലാതെ കണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും എന്റെ അടുത്ത് പറയരുത്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ പറയുന്നില്ല കേട്ടല്ലോ. ഏതാ അശോകന്റെയാ? അത് വടക്കേല്. അയ്യോ, ഇവിടെ താഴെ. എടി, നമ്മുടെ വടക്കേൽ അശോകനില്ലേ? അവന്റെ മോടെ കാര്യം എനിക്ക് അന്നേ അറിയാടി. അവിടെ മൂത്ത മോള് പോയപ്പോഴേ എനിക്കറിയാം ഇളയവളും പോവുമെന്ന്. ആണോ? അയ്യോ, പിന്നെ ആ വീടിനെ കുറിച്ച് മൊത്തം ചരിത്രം എനിക്കറിയാം. ഞാൻ പിന്നെ ഇതിങ്ങനൊന്നും ആരോടും പറയത്തില്ല. അതെന്താന്നറിയാവോ? എനിക്ക് ഈ പരദൂഷണം പറയുന്നത് ഇഷ്ടമല്ല. അത് ശരി. എടി, സുഷമയുടെ കാര്യം അറിഞ്ഞായിരുന്നോടി? അയ്യോ, സുഷമയ്ക്ക് എന്താ പറ്റി? എടി, സുഷമ ഒളിച്ചോടി പോയെന്ന് കെട്ടിയവന്റെ കൂടെ. ആരെങ്കിലും കെട്ടിയവന്റെ കൂടെ ഒളിച്ചോടി പോകാൻ പറ്റുമോ? അവിടെ കെട്ടിയവന്റെ കൂടെ അല്ല പോയത്, പിന്നെ സിന്ധുവിന്റെ കെട്ടിയവന്റെ കൂടെ. ഇങ്ങനെ കടന്നാ മതിയോ? പണി ചെയ്യണ്ടായോ? അതിന്റെ മൂഡ് അങ്ങ് മാറിപ്പോ. ഗൾഫിൽ ആരാണ്ട് വരും പറഞ്ഞില്ലായിരുന്നു? അയ്യോ, കൊച്ചുമുതലാളി. കൊച്ചുമുതലാളി. അത് പറഞ്ഞപ്പോ എന്താ അവിടെ ഒരു നാണം കണ്ടോ? ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേടി. ബാല്യകാല സുഹൃത്തുക്കളാ. പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ? കഴിക്കാന്ന് ഇത്രയും ജോലി ചെയ്തില്ല, എന്തായാലും ക്ഷീണിച്ചിരിക്കുമല്ലേ. അയ്യോ, നിനക്കെന്നാടി? 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 നിനക്കെന്താടി? നിനക്കെന്നാടി? നിനക്കെന്തായാലും നോക്കടാടി. എടി, നിനക്കെന്തോ കഴിക്കാനെന്നാ ചോദിച്ചു. എനിക്ക് കപ്പയും ചമ്മന്തി അടി. നിനക്കോ? എനിക്ക് കഞ്ഞി, ചമ്മന്തി, അച്ചാറ്, പപ്പടം. ഇത് കഴിച്ചോ, ഞാൻ ഇത് കഴിച്ചോളാം. അയ്യോ, ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ.
അയ്യോ ഇതിനകത്തൊന്നും ഒന്നും ഇല്ലല്ലോ. അതെന്നാ പാത്രത്തിൽ തുക്കുറിശിയാണോ കഴിച്ചത്? ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. കിട്ടിയ സമയം കൊണ്ട് അതങ്ങ് തീർത്തല്ലോ. ഈ മുതലാളി വരുന്നുണ്ട്. മുതലാളിയോ? ആ എടി പെണ്ണുങ്ങളെ, എന്തോ പാടത്തെ പണി കഴിഞ്ഞോ? ഇല്ല മുതലാളി. ശരി. ഇതെന്താടി ഇങ്ങനെ ചോദിച്ചിട്ട് പോയത്? അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചോദിക്കും. പെണ്ണുങ്ങളെ കാണുന്നേ ഇഷ്ടമല്ല. അതാ അതുകൊണ്ടായിരിക്കും. പണി ചെയ്താണ്ട് വരുന്നു. ഏ പെണ്ണുങ്ങളെ, എന്തോ പാടത്തെ പണി കഴിഞ്ഞോ? ഇല്ല മുതലാളി. ശരി. ഇത് പിന്നെയും ചോദിക്കുന്നില്ല, എന്താണ്? ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ സ്ഥിരം പരിപാടി ചെയ്ത് കണ്ടില്ലയോ? എടി പെണ്ണുങ്ങളെ, എന്തോ പാടത്തെ പണി കഴിഞ്ഞോ എന്ന്? മുതലാളിയെ ഇപ്പൊ 2-3 പ്രാവശ്യം ആയല്ലോ മുതലാളി ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്. എന്തോ കാര്യം? അല്ല, പാടത്തെ പണി വരമ്പത്ത് കുളി എന്നാണല്ലോ. അയ്യോ അത് അങ്ങനല്ല മുതലാളി, വരമ്പത്ത് കൂലിന്നാ. അങ്ങനാണോ? വെറുതെ എന്റെ സമയം കളഞ്ഞല്ലോ കുഞ്ഞെ. മുതലാളിയെ മുതലാളിയുടെ മോൻ ഗൾഫിൽ നിന്ന് വന്ന് കേട്ടല്ലോ. ഞാനും കേട്ടു. കേട്ടെന്നോ? എടി കൊച്ചുങ്ങളെ, കൊച്ചം കാണാതെ ഞാൻ എടുത്തോണ്ട് വന്ന നിനക്ക് 2 പേർക്കും തരാൻ വേണ്ടി അത് വിളിക്ക. ഇതെന്തുവാ? അത് ബഫ്രിയു. ബക്രീദൊക്കെ കഴിഞ്ഞില്ലേ? ബക്രീദല്ലെന്ന്. ഇല്ല, ബഫ്രിയു. എന്തോ മുതലാളി മനസ്സിലായില്ല. മണമുള്ള വെള്ളം. ഓ ഫ്രേ. ശരിക്കുള്ള സ്പ്രേ ഉണ്ടല്ലോ, ഇപ്പൊ ഇവിടെ അടിച്ചതാ. എടി കൊച്ചുങ്ങളെ, പിന്നെ ഇന്നലെ എത്ര പറ നെല്ലുണ്ടായിരുന്നു? ഇന്നലെ 5 പറ. 5 പറയണ്ട, നീ പറഞ്ഞാ മതി. അതല്ല മുതലാളി പറഞ്ഞേ. 5 പറയണ്ടെന്ന് അവള് പറഞ്ഞേ. 5 പറയണ്ട, ഇവള് പറഞ്ഞാ മതി എന്നാ ഞാനീ പറയുന്നത്. മുതലാളി പറഞ്ഞത് മനസ്സിലായില്ലയോ? ഇല്ല. പറയില്ലയോ? പറ. അതിനകത്ത് 5 പറ നെല്ലുണ്ടെന്നാ പറഞ്ഞേ. അതാണോ പറഞ്ഞത്? ഇപ്പൊ ഭയങ്കര നഷ്ടമാ. പണ്ടത്തെ കണക്കല്ല, ഇപ്പൊ നെല്ല് കുറവാ. പണ്ടെന്നൊക്കെ പറഞ്ഞാല് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ആദ്യത്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ പഠിപ്പുര ഭാഗത്ത് നിന്നിട്ട് ഞാൻ രാത്രി ഇറങ്ങി നോക്കും, അത്താഴ പശുക്കാരെല്ലാം ഉണ്ടോ എന്ന്. അത് അതുവഴി വന്ന പെണ്ണുങ്ങളെ നോക്കുമല്ലേ? അങ്ങനൊന്നും പറയണ്ട കേട്ടോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മുതലാളി. മുതലാളിയുടെ ഭാര്യ മരിച്ചിട്ട് ഇത്രയും നാളായിട്ട് മുതലാളി എന്താ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ? സത്യം പറയാമല്ലോ, നിങ്ങളോടായിട്ടുള്ള നേര് പറയാം. അവള് മരിച്ചതിന് ശേഷം ഇന്നവരെ എനിക്ക് ഒരു പെണ്ണുങ്ങളോടും ഒരു കൃഷി തോന്നിയിട്ടില്ല. കൃഷിയോ? ഈ കാണുമ്പോ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ക്രഷ്. എനിക്കറിയാവുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു കൊച്ചേ, നിന്റെ കല്യാണം കഴിഞ്ഞാണോ? അയ്യോ കഴിഞ്ഞതാ. എത്ര കുട്ടികളുണ്ട്? അത് 2. ഒരു കൊച്ചേ, നിന്റെ കല്യാണം കഴിഞ്ഞാണോ? അയ്യോ ഇല്ല മുതലാളി. എന്താ മുതലാളി? അല്ല, ഒരു അളിഞ്ഞ ഏമ്പക്കം കയറി വന്നതാ. ഇത് ഏമ്പക്കം ഒന്നുമല്ല, ഇത് ഏതാണ്ട് ഏനക്കേടാ. പിന്നെ നാളെ രാവിലെ ഇവിടുന്ന് കയറ്റി വിടേണ്ടെന്നല്ല, അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ നിന്ന് 2 പേരും കൂടി ഇത് മെതിച്ച് തീർക്കണം. അയ്യോ അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് വീടും കൂടിയൊക്കെ ഉള്ള, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അയ്യോ അത് കുഴപ്പമില്ലെന്ന്, വീട്ടിൽ ഞാൻ വിളിച്ച് പറഞ്ഞാ പോരെ? അത് തന്നെയല്ല, ഞാൻ ഇവിടെ നോക്കി നിൽക്കാനുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു നോക്കത്തി അങ്ങ് മാറ്റിയ പോരെ? അതെന്തിന്? ഒരു പാടത്തൊരു നോക്കൂത്തി മതി. മതി. അങ്ങനെ ഇന്നത്തെ സ്കിറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് തൽക്കാലം എല്ലാവരും സുഖമായിട്ട് പോയി കിടന്നുറങ്ങുക. ന്യൂ ആതിരനിലാവിന്റെ ഹർഷധ്വനി അവരാണ് നമുക്ക് ഇന്ന് ഓഡിയൻസ് ആയിട്ട് വന്നത്. അടിപൊളിയായിരുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിലും നല്ല സ്കിറ്റുകളുമായിട്ട് നിങ്ങളെ ചിരിപ്പിക്കാൻ നമ്മുടെ ആർട്ടിസ്റ്റുകൾ വരും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.